മലപ്പുറത്ത് ആവേശം രാവ് പെയ്തിറങ്ങിയ ഒരു ദിവസമാണ് കടന്നുപോകുന്നത്. സൂപ്പർ ലീഗ് കേരള മലപ്പുറം വേഴ്സസ് കാലിക്കറ്റ് FC മത്സരം ആവേശഭരിതമായൊരു സമനിലയിൽ കലാശിച്ചിരിക്കുന്നു. ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടി. എനിക്കൊപ്പം ഈ മത്സരം വിലയിരുത്താൻ ഇന്ന് ശ്രീ ഷൈജു ദാമോദരനൊപ്പം ശ്രീ ബിനീഷ് കിരണൊപ്പം മീഡിയ വൺ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഹരികൃഷ്ണൻ കൂടി ചേരുകയാണ്. ശ്രീ ഷൈജു ദാമോദരൻ, നമ്മൾ ഒരുപാട് കളി കമന്ററി പറഞ്ഞിട്ടുണ്ട്. ഈ സൂപ്പർ ലീഗിൽ ഏറ്റവും ആവേശമുള്ള മത്സരം ഇതാണെന്ന് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഇപ്പം പറയേണ്ട കാര്യമില്ല. കാരണം ഈ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്ന മത്സരം എപ്പോഴും ഫുട്ബോളിൽ ഒരു 3-3 ഡ്രോ എന്ന് പറഞ്ഞാൽ ആ സ്കോർ ലൈൻ തന്നെ ആവേശഭരിതമായ സ്കോറാണെന്ന് കളി കാണാത്തവർക്ക് വരെ മനസ്സിലാവും. അപ്പൊ കളി കണ്ടവരുടെ കാര്യം പറയാനുണ്ടോ? അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ സൂപ്പർ ലീഗ് കേരളയുടെ ഈ സീസൺ മാത്രമല്ല, എനിക്ക് തോന്നുന്നു സൂപ്പർ ലീഗ് കേരളയുടെ കഴിഞ്ഞ സീസൺ എടുത്താൽ പോലും ഇതേവരെ നടന്ന മത്സരങ്ങളിലെ വൺ ഓഫ് ദ ബെസ്റ്റ് എവർ സൂപ്പർ ലീഗ് കേരള മത്സരം. 3-3 ഡ്രോ, ഗംഭീര മത്സരം. കാലിക്കറ്റ് 3-1 ലീഡ് വന്നു. പക്ഷെ മലപ്പുറം തിരിച്ചടിക്കുമ്പം ഗാലറി ഇങ്ങനെ ഇളക്കി മറിയാണ്. ഷജർ എന്തൊക്കെ പറഞ്ഞു ഇനി ഒന്ന് കേൾക്കണം. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എന്താ പറയാ, അതൊരു ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു സംഗതിയാണ് കൂടുതലും പ്രയോഗിച്ചതെന്നാണ് എന്റെ ഓർമ്മ. ആ സമയത്ത് ഓർമ്മയിൽ വന്ന അതൊക്കെയാണ്. അതായത് ഒരു വളരെ പ്രസിദ്ധമായ ഒരു മാപ്പിളപ്പാട്ടിന്റെ ഒരു വരിയിൽ അടർത്തിയെടുത്തൊരു ഭാഗമാണ് ഒരു തഞ്ചമൊഞ്ചിൽ ലൂഞ്ചലാട്ടം ജിഞ്ച് ജിൽജിൽ എന്നുള്ളത്. ആക്ച്വലി അത് ഇറ്റ് ഇസ് ടേക്കൺ ഫ്രം മാപ്പിളപ്പാട്ട് ശൈലിയാണ്. തഞ്ചമൊഞ്ചിൽ ലൂഞ്ചലാട്ടം ജിഞ്ച് ജിൽജിൽ, അതാണ് ആ വരി ശരിക്കും. അത് ഞാൻ 2-3 തവണ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സംഗതിയാണ് അത്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കൂടുതലും, പ്രത്യേകിച്ച് മലപ്പുറം ഗോളടിക്കുന്ന സമയത്ത് മലപ്പുറത്തിന്റെ കാണികൾ, മഴയെ തോൽപ്പിക്കുന്ന ആവേശം എല്ലാം കൊണ്ടും ഭയങ്കരമായിട്ടുള്ള ഈ പറയില്ല ഒരു വല്ലാത്തൊരു വൈബാണ് ശരിക്കും. അത് നമുക്കറിയാം, ഈ കേരളത്തിൽ മഴയത്ത് ഫുട്ബോൾ കളിക്കുക എന്ന് പറയുന്നത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം. അതിനെയൊക്കെ മറികടക്കുന്നത് ഏറ്റവും നല്ല ഒരു ഫുട്ബോൾ മഴക്കാഴ്ച എന്ന് പറയാം. മഴയെ നമ്മൾ പോസിറ്റീവായിട്ട് മലപ്പുഴ കാണണ്ടേ. അപ്പൊ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഘോഷിച്ചു. ഞങ്ങളൊക്കെ കമന്ററി ബോക്സിൽ ഞാനും ബിനീഷും ഒക്കെ ആഘോഷിച്ച് തീർക്കായിരുന്നു മഴയുടെ ഒപ്പം. നമ്മള് പറയും മഴ കട്ടൻ ചായ എന്ന് പറയുന്നത് കൂടെ ഫുട്ബോൾ കൂടിയായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ, ഒരു സൺഡേ ബ്ലോക്ക്. ഈയിടെ ഇറങ്ങിയ സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഒരു സൂപ്പർ ഹിറ്റ് മെഗാ ഷോ ആണ് നമ്മൾ കണ്ടത്. ഒരു എന്റർടൈൻമെന്റ് ത്രില്ലർ ശരിക്കും പറഞ്ഞാൽ. മലപ്പുറം കാലിക്കറ്റും കളിച്ചപ്പോൾ 2 ടീമിലെയും താരനിബിഡമാണ്. നമുക്കറിയാം, കഴിഞ്ഞ സീസൺ പെർഫോമൻസ് എടുത്ത താരങ്ങളെ നമ്മൾ ഇൻഡിവിജ്വലി എടുത്താൽ നമുക്ക് ഹൈലൈറ്റ് ആയി നിർത്താൻ പറ്റുന്ന കുറച്ച് താരങ്ങൾ ആരൊക്കെയായിരിക്കും? ഓഫ്കോഴ്സ് കുറെ ആൾക്കാരുണ്ട്. നമുക്ക് ആദ്യം മലയാളി താരങ്ങളിലേക്ക് തന്നെ പോവാം. മുഹമ്മദ് അർഷാഫ് ബ്രില്യൻ പ്ലെയർ ആണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ എമർജിംഗ് പ്ലെയർ ആണ്, അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. അതുപോലെ തന്നെ സാലിം ഇന്നത്തെ അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ ക്രോസ്. മനോജ്, കാലിക്കറ്റിന്റെ സെന്റർ ഡിഫൻഡർ കളിച്ച മനോജ്. അങ്ങനെ ഒട്ടനവധി താരങ്ങളുണ്ട്. അതേസമയത്ത് ഇപ്പുറത്തെ റിഷാദ് ഗഫൂർ ഉണ്ട്. അദ്ദേഹത്തിന് ഒരു മിന്നാലാട്ടം മാത്രമേ നമ്മൾ ഇന്ന് കണ്ടിട്ടുള്ളൂ. സോ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഗനി നമുക്കറിയാം, പ്രൂവൺ പ്ലെയർ ആണ്. ബട്ട് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പിഴവ്. ഇതാണ് ഫുട്ബോളിന്റെ രസം. ഏറ്റവും നല്ല താരം എന്ന് പറഞ്ഞിട്ട് സ്വന്തം നിരയിലേക്ക് കാലിക്കറ്റിൽ നിന്നും എത്തിച്ച ഗനി, അദ്ദേഹത്തിൽ നിന്നും വന്ന ഒരു പിഴവ്. പക്ഷെ പിഴവ് ഉണ്ടാകാൻ പോലും ആ മത്സരത്തിലേക്ക് അവർ തിരിച്ചു വന്നു. അവിടെ കളി അവസാനിപ്പിച്ചില്ല എന്നുള്ളതാണ്. സോ അതാണ് ഈ ഫുട്ബോളിന്റെ സൗന്ദര്യം. മാത്രമല്ല ഈ മഴ, ഈ കാണികൾ, നമ്മൾ എന്തൊക്കെയാണ് കമന്ററിയിൽ പറഞ്ഞതെന്ന് പോലും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഫുട്ബോളിന്റെ മെക്ക, അതുപോലെ തന്നെ ട്രാവലിംഗ് ഫാൻസ് കോഴിക്കോട്, വാർദ്ധക്യമുള്ള ആൾക്കാരുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. അതുപോലെ തന്നെ ആ വിഷ്വൽസ് ഒക്കെ വളരെ മനോഹരമായിരുന്നു. സോ അതൊക്കെ വെച്ചുകൊണ്ട് ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ അതിനൊത്ത മത്സരവും. നേരത്തെ ഇപ്പം താരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പ്രധാനപ്പെട്ട ആളുടെ പേര് പറയാൻ വിട്ടു. അജ്സൽ ഇന്ന് പ്ലെയർ ഓഫ് ദ മാച്ചായ പ്ലെയർ ആണ്. രണ്ട് ഗോളടിച്ച പ്ലെയർ ആണ്. ഇന്നാണ് അജ്സല് സ്റ്റാർട്ടിംഗ് 11 കളിച്ചത്. അജ്സലിന്റെ വിജയമാണ് ശരിക്കും പറഞ്ഞാൽ ആ പ്ലെയർ ഓഫ് ദ മാച്ച് കിട്ടി. അജ്സലിനെ കളിപ്പിച്ച കോച്ചിന്റെ വിജയമാണ്. അപ്പൊ അങ്ങനെ മലയാളി താരങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ടും നിതിൻ മധു ഗോളടിച്ച മലപ്പുറത്തിന്റെ ആ കംബാക്കിന് വഴിയൊരുക്കിയ നിതിൻ മധു, 2 ഗോൾ കീപ്പർമാരുടെ പെർഫോമൻസ്, ഇതെല്ലാം എല്ലാ മലയാളി പ്ലേയേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്ത ദിവസമാണ്. മാത്രമല്ല വിദേശ താരങ്ങൾ നമ്മളിന്ന് പറയുമ്പോൾ റിച്ചാർഡ് ഹോസെ എന്ന് പറയുന്ന ഒരു വൻമതില് രക്ഷയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഈവൺ ഈ മഴ പെയ്ത് ഗ്രൗണ്ടിൽ സ്ലിപ്പറി കൂടുന്ന സമയത്ത് വാസ്തവത്തിൽ ഡിഫൻഡർമാർക്ക് പണി കൂടും. കാരണം അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ അവർ ചെയ്യണം. പന്ത് ക്ലിയർ ചെയ്യുന്ന കാര്യമാണെങ്കിലും പന്ത് ഗോൾ കീപ്പർക്ക് മൈനസ് ചെയ്യുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യവും. അപ്പോൾ ആ സമയത്ത് വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം. കാരണം ഗ്രൗണ്ടിന്റെ കണ്ടീഷൻ, അഡാപ്റ്റിംഗ് ടു ദ കണ്ടീഷൻ മനസ്സിലാക്കി ആ കണ്ടീഷനോട് പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് ഫുട്ബോളിൽ വളരെ, എസ്പെഷ്യലി ദ ഡിഫൻഡേഴ്സ്. കാരണം മുമ്പിൽ പോയാൽ ഒരു മിസ്സാണ്, അത് അടിക്കാത്തൊരു മിസ്സാണ്. അതേസമയം ഒരു മിസ്സിന് എതിരാളി അടിച്ച് ഗോൾ കയറിയാൽ അത് വലിയ ഒരു പിഴവാണ്. അപ്പം തീർച്ചയായിട്ടും റിച്ചാർഡ് ഹോസെ പുള്ളിയെ കുറിച്ച് he is the calm and cool presence in Calicut defense. അതൊന്ന് ഒരിക്കൽ കൂടി പ്രൂവ് ചെയ്തു റിച്ചാർഡ് ഹോസെ. ഒപ്പം നമ്മൾ ഒരാളെ കൂടി നമ്മൾ പറയാതെ അവസാനിപ്പിക്കാൻ നമുക്ക് പറ്റില്ല.
പ്രശാന്ത് മനോഹരമാണ്. വളരെ പ്രാവശ്യം തെളിയിച്ച ആളാണ്. ആ ഒരു ക്രോസും ആ കൃത്യസമയത്ത് എന്താണോ ഒരു ക്യാപ്റ്റൻ ചെയ്യേണ്ടത്, ലീഡിംഗ് ഫ്രം ഫ്രണ്ട്, അതാണ് പ്രശാന്തിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. മാത്രമല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ഭാഗത്ത് പല മത്സരത്തിലും കാണാൻ സാധിച്ചു. ഇതൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ എന്താണ്, ക്യാപ്റ്റൻ ചില സമയത്ത് ഒരു ലീഡർഷിപ്പ്, ഫുട്ബോളിൽ നമുക്ക് ശരിക്കും ഒരു ക്യാപ്റ്റന് വലിയ റോളൊന്നുമില്ല, ബട്ട് ദർ ഇസ് എ റോൾ ഇൻസൈഡ് ദ ഫീൽഡ്. അതായത് അതൊരു ബോഡി ലാംഗ്വേജ് ആണ് ഒരു ക്യാപ്റ്റന് വരുത്തേണ്ടത്. അത് ഇപ്രാവശ്യം പ്രശാന്തിൽ കാണാനുണ്ട്. മാത്രമല്ല അദ്ദേഹം വിമർശകരെ വായുവിലേക്ക് അടിച്ചുയർത്തി. അതെ അതെ, അത് പ്രശാന്തിന്റെ ഒരു ടിപ്പിക്കൽ ഗോൾ സെലിബ്രേഷൻ ആണ്. പണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കുന്ന സമയത്തും ഇതേ സെലിബ്രേഷൻ, അന്ന് ഒഡീഷയ്ക്കെതിരെ ഗോൾ അടിച്ച സമയത്ത് ഇതേ സെലിബ്രേഷൻ കണ്ടിട്ടുണ്ട്. അതാ മെസ്സേജ് എടുത്ത് ആ പറയുന്ന നെഗറ്റീവ് മെസ്സേജുകൾ അടിച്ചു പറപ്പിക്കുക എന്നുള്ളൊരു സംഗതിയാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. എനിവേ എല്ലാവരും അവരവരുടേതായ രീതിയിൽ, ഇപ്പൊ അച്ഛല് ഗോൾ അടിച്ചിട്ട് ഈ നമ്മൾ ഗ്രൗണ്ടിൽ എന്താ പറയുക സ്കിഡ് ചെയ്ത് പോകണമെങ്കിൽ ഗ്രൗണ്ട് കുറച്ചുകൂടി നനഞ്ഞു കിടന്ന കുറച്ച് എളുപ്പമാണ്. അപ്പൊ മഴ വരെ അച്ഛലിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഓൾ സെലിബ്രേഷൻ, അങ്ങനെ ഒരു രസകരമായ എല്ലാം കൊണ്ടും എന്താ പറയാ, നമ്മൾ പറയില്ലേ ഇപ്പൊ വിനീഷ് പറഞ്ഞ പോലെ ബ്ലോക്ക് ബസ്റ്റർ, ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആവുന്നത് നല്ല സ്റ്റോറി, നല്ല അഭിനയിക്കുന്ന ആളുകള്, നല്ല മ്യൂസിക്, നല്ല കോറിയോഗ്രഫി, നല്ല സംവിധാനം എല്ലാം ഒത്തുചേർന്ന ഒരു ഉഗ്രൻ ബ്ലോക്ക് ബസ്റ്റർ തന്നെയാണ് ഇന്നിപ്പോ മലപ്പുറത്ത് മഞ്ചേരിയിൽ സമാപിച്ചത്. ഞാൻ പറഞ്ഞിരുന്നത് ഇപ്പം ഈ കളീനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരുണ്ടാവും, അതായത് ടാക്ടിക്കലി അതല്ല ഇതല്ല. പക്ഷെ ഒരു മനുഷ്യന് ആവശ്യം എന്താണ്? എന്റർടൈൻമെന്റ് ആണ്. ഈ കാണികൾ എന്തുകൊണ്ട് ഈ ഗ്രൗണ്ടിൽ എണീറ്റ് പോയില്ല എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു ഇന്നത്തെ കളി. നമ്മൾ ഒരു മൂമെന്റ് എൻജോയ് ചെയ്യുക, അതാണ് പന്ത് കളി. നമ്മൾ 134 സ്ഥാനത്താണ് ലോക ഫുട്ബോളിൽ നിൽക്കുന്നത്. പല ആൾക്കാരും ചോദിക്കും നമ്മൾ 134 സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത്. പക്ഷെ 134 സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്ത്, ഈ ഒരു നാട്ടില്, കേരളത്തിൽ, മലപ്പുറത്തിൽ ഇത്രയും ആൾക്കാർ ഈ കളി കാണാൻ വരുന്നു. അത് നിലവാരമല്ല അവിടെ ആവശ്യം, നമുക്ക് എന്റർടൈൻമെന്റ് ആണ് ആവശ്യം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ആൻ എന്റർടൈൻമെന്റ് ഫുട്ബോൾ വാട്ട് വി ഹാവ് സീൻ ടുഡേ. ഓക്കെ, അതായത് ഈ കളി കാണാൻ വരാത്തവരെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഈ സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും മികച്ച മത്സരമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ഒരു സംശയവുമില്ല. ഷൈജോടനോട് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ISL വരാൻ പോകുന്നു, നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. 1000 കളി പറയുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ആർക്കും നിലവിൽ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കുമെന്ന് പോലും അറിയില്ല. 1000ലേക്ക് അടുക്കുകയാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒരു സന്തോഷമുണ്ട്. ISL 12ാം സീസൺ ആരംഭിക്കട്ടെ, കമന്ററി പറയാൻ അവസരം കിട്ടട്ടെ. അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ സീസണിൽ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഫുട്ബോൾ മലയാളത്തിന് നമ്മളെപ്പോഴും നെഞ്ചിലെടുത്ത്, നമ്മൾ കാണികളെ കുറിച്ചാണ് പറഞ്ഞത്, അവരാണ് വാസ്തവത്തിൽ നമ്മുടെയൊക്കെ വിധികർത്താക്കൾ, അവരാണ് നമ്മളെയൊക്കെ നമ്മളാക്കിയത് എന്ന് പറയുന്നത് പോലെ ഫുട്ബോൾ മലയാളത്തിനാണ്, അവർ തരുന്ന സപ്പോർട്ടിനാണ് നന്ദി. അതൊക്കെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും 1000 നമുക്ക് ആഘോഷിക്കാം, ഗംഭീരമായിട്ട് തന്നെ 1000 ആഘോഷിക്കാം. തീർച്ചയായിട്ടും താങ്ക്സ് ഫോർ അത് കൃത്യമായി നോട്ട് ചെയ്തതിന് മഹേഷിന് നന്ദി. മലപ്പുറത്തിന് മാപ്പിളപ്പാട്ട് കരുതി വെച്ചതുപോലെ ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞാല് നമ്മള് കമന്ററിയില് ഞാൻ പറഞ്ഞ ഒരു വാക്ക്, അത് എവിടുന്ന വന്നതെന്ന് അറിയില്ല. അഭിമാനം തോന്നുന്നു എന്റെ നാടിനോട്, അഭിമാനം തോന്നുന്നു ഫുട്ബോളിനോട്, അഭിമാനം തോന്നുന്നു മലപ്പുറത്തിനോട്. ഇതൊക്കെയാണ് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നത്. അഭിമാനം തോന്നുന്നു എന്റെ കൂടെ ഇരിക്കുന്ന ഷൈജു ദാമോദരനോട്. ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം, കാരണം ഐ ആം ഡൂയിങ് കമന്ററി വിത്ത് എ ലെജൻഡ്. ഓക്കെ ഷൈജുവേട്ടാ, എന്തായാലും ഓൾ ദ ബെസ്റ്റ്. 1000 തികക്കട്ടെ. 1000 നമ്മൾ പറയില്ല, 1000 എന്താ പൂർണ്ണചന്ദ്രന്മാരെ കാണുക എന്നൊക്കെ പറയുന്നത് പോലെ 1000 ദിവസം 1000 ദിവസം കമന്ററി ബോക്സ് എന്ന് പറഞ്ഞാൽ 3 കൊല്ലം നിങ്ങൾ തുടർച്ചയായിട്ട് ഇരിക്കണേ. 3 കൊല്ലം ഒരു മനുഷ്യൻ തുടർച്ചയായി കമന്ററി ബോക്സിൽ ഇരുന്ന് കമന്ററി പറയുമ്പോഴാണ് 1000 ദിവസം പൂർത്തിയാവുക. അങ്ങനെ കൂടി ആയുസിൽ 3 കൊല്ലം കളി പറഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു നേട്ടമായിട്ട് കരുതുന്നതിന് പകരം മഹേഷും ബിനീഷും എല്ലാവരും ഒക്കെ ഉൾപ്പെടെ, താങ്കളും എല്ലാം ഉൾപ്പെടെ, ഫുട്ബോൾ മലയാളത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഉള്ള നന്ദിയാണ്. 1000ലേക്ക് എത്രയുണ്ടാക്കണം? 1000ലേക്ക് ഒരു 22 മാച്ചിന്റെ അടുത്ത സീസൺ ലെറ്റ്സ് ഹോപ്പ്ഫുള്ളി. അത് പ്രതീക്ഷ, നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷകളാണ്. നമ്മൾ പ്രതീക്ഷയോടെ ISLന്റെ 12ാം സീസണിലേക്ക് ഉറ്റുനോക്കുകയാണ്, എല്ലാവരെയും പോലെ ഞാനും. തീർച്ചയായും. അപ്പം എനിക്കൊപ്പം ചേർന്നത് ഷൈജു ദാമോദരൻ, ഒപ്പം ബിനീഷ് കിരൺ. ഒക്കെ ഞാനൊന്ന് ഹരിയിലേക്ക് പോവാണ്. താങ്ക് യു ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. ഹരി, നമ്മൾ ഈ ഭയങ്കര ത്രില്ലടിച്ചു പോയി കേട്ടോ. ഹരി മലപ്പുറത്തിന് വേണ്ടി ആവേശത്തോടെ, ഞാൻ കോഴിക്കോടിന് വേണ്ടി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയാ, ഇവിടെ ഐ തിങ്ക് ഫുട്ബോൾ ജയിച്ചു. മഴ വരെ തോറ്റുപോയി, ഫുട്ബോൾ ജയിച്ചു, കാണികൾ ജയിച്ചു, ആളുകൾ ജയിച്ചു. അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഈ Under-23 പ്ലേയേഴ്സിനെ കുറിച്ച് നമ്മൾ തുടക്കം മുതൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് കിട്ടുന്ന അവസരം അത് ISL മുതലെടുത്താണ് നമ്മൾ ഇന്ന് കണ്ടത്. 2 മികച്ച ഗോളുകളാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ഗണിതം ഒരു ചെറിയൊരു മിസ് ഗണിതത്തിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടു. പക്ഷെ ക്യാപ്റ്റൻ എയ്റ്റർ മലപ്പുറത്തിന് വേണ്ടി ഒരു കിടിലം ഗോള്. അതുപോലെ തന്നെ അവസാന നിമിഷം പെനാൽറ്റി ഹജ്മൽ സേവ് ചെയ്യുന്നു. ഹജ്മൽ അതിന് മുന്നേ നിറയെ സേവുകൾ നടത്തി, അപ്പുറത്ത് അസർ മത്സരിച്ച് സേവുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാം കൊണ്ടും ഒരു തിരിച്ചടി കൊണ്ട് ഒരു എന്താ പറയാ, ക്ലാസിക്കോ എന്ന് പറയുന്നത്
തെറ്റില്ല എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. മലബാർ ക്ലാസിക്കോ എന്ന് വെറുതെ അല്ല നമ്മൾ പറയുന്നത്, ഡെർബി SL ക്ലാസിക്കോ എന്ന് വെറുതെ അല്ല നമ്മൾ പറയുന്നത്. അതെ, മലബാർ ഡെർബി എന്തുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ മലബാർ ഡെർബി ഒരു സൂപ്പർ ഡെർബിയായി മാറിയെന്ന് നമുക്ക് പറയാം. അത്ര തന്നെ. ഓക്കെ, അപ്പോൾ അതാണ് മലപ്പുറം പയ്യനാട് സ്റ്റേഡിയത്തിൽ ആവേശം തളം കെട്ടി നിന്ന ഗോൾ പെയ്തിറങ്ങിയ ഒരു രാവ് പിന്നിടുകയാണ്. സൂപ്പർ ലീഗ് കേരളയുടെ ചരിത്രത്തിലെ അല്ലെങ്കിൽ ഈ 2 സീസണിലെയും ഏറ്റവും മികച്ച മത്സരം ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയാം, മലപ്പുറം FC വേഴ്സസ് കാലിക്കറ്റ് FC മത്സരമായിരുന്നു. അനുരൂപിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.